പക്ഷെ ഇന്ത്യയിൽ പോലീസ് സ്വർണം പിടിക്കുന്ന ഒരേ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് കരിപ്പൂർ എയർപോർട്ടാണ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റംസ് ആക്ട് ഉണ്ട് 1962. ഈ കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ തരത്തിലുള്ള ഈ സ്വർണം പിടിക്കേണ്ടതും അതിന്റെ നിയമ നടപടികൾ എടുക്കേണ്ടതും. പോലീസ് പിടിക്കുമ്പോഴുള്ള പ്രശ്നം ഈ ഒരു സ്വർണത്തിന്റെ സീഷർ ആകുമ്പോൾ തന്നെ ഈ നിയമ നടപടികൾ അവസാനിക്കും. ഇപ്പം നിങ്ങൾ സ്വർണം കൊണ്ടുവരുന്നു, സ്വർണം പോലീസ് പിടിക്കുന്നത് 1 CRPC, ഇത് പിടിച്ച് കോടതി കൊടുക്കുന്നു, കോടതി ഇത് കസ്റ്റംസ് കൊണ്ടുപോകുന്നു. ഈ പിടിക്കുന്ന ഒരാൾ മാത്രം എന്ത് ചെയ്യും, ഇത് തീരും. പിന്നെ അതിനുശേഷം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആർക്കും അധികാരമില്ല, പോലീസിന് അധികാരം. പക്ഷെ കസ്റ്റംസ് ആണെങ്കിലോ ഇപ്പോൾ 1 കിലോ കൂടുതൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ അവരെ റിമൈൻഡ് ചെയ്യാം. തിരുവനന്തപുരത്ത് എയർപോർട്ട് ഉണ്ട്, അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷൻ എന്ന് പറയുന്നത് DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. എറണാകുളം അവിടെ DIG ഉണ്ട്, കണ്ണൂരുണ്ട്, ഇവിടെയൊക്കെ എയർപോർട്ടുകളുണ്ട്. അവിടെയൊക്കെ സ്വർണം വരുന്നുണ്ട്, കസ്റ്റംസ് പിടിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ അവിടെ എന്തുകൊണ്ട് പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മലപ്പുറം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ക്രിമിനൽ ഹബ്ബാണ്. കാരണം അവിടെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സൗത്ത് ഇന്ത്യയിലെ ക്രൈം ക്യാപിറ്റലായിട്ട് മലപ്പുറം മാറി. പിന്നെ മാത്രമല്ല എന്ത് ചെയ്തു, ഈ സ്വർണ്ണം ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരു ഇത് ഹിന്ദുവിന് കൊടുത്ത ഇതിൽ പറയുന്നില്ല, എന്താണ് ഈ പറയുന്ന കരിപ്പൂർ വഴി വരുന്ന സ്വർണ്ണം എന്തിനായിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി എന്നൊരു പ്രസ്താവന വന്നു. അത് ഭയങ്കര വിവാദമായതാണ്. അപ്പോൾ കരിപ്പൂർ എന്ന് പറയുന്നത്, കരിപ്പൂരുള്ള ആൾക്കാർ അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ആരാണ്, ഈ സ്വർണം നടത്തുന്നവരാണ്. അവർ ഈ സ്വർണം കൊണ്ടുവന്നിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരുന്നവരാണെന്നുള്ളൊരു പരിപ്രേക്ഷ്യം ഈ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊതുസമൂഹത്തിലുണ്ടായിട്ടുണ്ട്. 2027 ഓഗസ്റ്റ് 8 ഞാൻ പരാതി കൊടുക്കുന്നത്. ഓഗസ്റ്റ് 8 പരാതി കൊടുക്കുന്നു. അതിനുശേഷം അതിനകത്ത് യാതൊരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുജിത സാറ് ഈ അൻവർ സാറുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ശ്രീജിത്തിന്റെ പരാതിയില്ല, അത് പ്രശ്നമില്ല, അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അതൊരു ലോ പ്രൊഫൈലായിട്ടുള്ള ആള് ശ്രീജിത്ത് ലോ പ്രൊഫൈൽ ആളാണ്. പിന്നെ അദ്ദേഹം എന്തോ ക്രിമിനലാണോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. സാർ അവരുമായിട്ടൊന്നും സഹകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ലോ പ്രൊഫൈലായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി അവരെന്ത് ചെയ്യും, അവർ ഒതുക്കുമെന്ന് ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുവാണ്. പക്ഷേ സാറ് കൊടുത്ത പ്രശ്നമാണ് ആര്, MLA കൊടുക്കാൻ പാടില്ല. MLA കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ വിഷയമായി മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പരാതിയിൽ അവരൊന്നും ചെയ്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ടിൽ ഡേറ്റ് എൻ്റെ മൊഴി എടുത്തിട്ടില്ല, MLA മൊഴി എടുത്തിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് അതിന് മുമ്പ് വേറെ ആരും ഒരാൾ ഇതിലൊരു പരാതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ റിനിലോ അങ്ങനെ എന്തോ പറയുന്നു, അദ്ദേഹമാണ് ഇതിൽ പരാതിക്കാരൻ, അദ്ദേഹത്തിൻ്റെ മൊഴി മതി. അത് മാത്രമല്ല, അവരിപ്പം കണ്ടെത്തിയത് അതിനകത്ത് മരം തേക്ക് മുറിച്ചിട്ടുണ്ട്, അത് ബൈ മിസ്റ്റേക്കിൽ മുറിച്ചതാണ്, ഫർണിച്ചറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സുജിദാസിന് അതിൽ പങ്കില്ല എന്നൊരു ഫൈൻഡിങ്സിൽ അന്നത്തെ ലൈസൺ ഓഫീസറോ അല്ല. അതിനകത്ത് ഈ വിവാദമായ മരം എന്ന് പറയുന്നൊരു തേക്കാണ്. തേക്കിൻ്റെ ശിഖരങ്ങൾ മുറിക്കാനുള്ള അനുമതി മേടിച്ചിട്ട് ഒരു തേക്ക് മരം തന്നെ മുറിക്കുന്നുണ്ട്. പിന്നെ മഹാഗണിയുടെ ഒരു ബ്രാഞ്ച് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്യാമ്പ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെറൈൽ ഏരിയ ആണല്ലോ. അപ്പോൾ അവിടേക്ക് നമുക്ക് കയറി നോക്കാനോ പറ്റില്ല. പിന്നെ ഈ വിജിലൻസ് ആയാലും എല്ലാവരും എന്താ പറയുന്നത്, അത് സംവിധാനം അവരുടെ കയ്യിലാണ്. അപ്പോൾ എനിക്കെതിരെ നാളെ ഒരു വിജിലൻസ് കേസ് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, ആർക്കെതിരെ എടുക്കാമല്ലോ. ഇപ്പോൾ മാത്യു കൊള്ളുനാടൻ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചു, പിറ്റേന്ന് രാവിലെ മാത്യു കൊള്ളുനാടനെ വിളിച്ചുകൊണ്ടുവന്ന വിജിലൻസ് ആണ്, എന്താണ് ഈ ഭൂമി ഒന്ന് അളക്കണമെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഈ സംവിധാനം അവരിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വിജിലൻസ് ആയാലും ഏതിനെ നമുക്ക് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണത്തിനകത്ത് നമുക്കൊരു എന്തില്ല, അത് ആൾറെഡി ഞാൻ മനസ്സിലാക്കുന്നത് അവർ കൺക്ലൂഡ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞ് എന്നെ സംബന്ധിച്ചോളം ഞാനൊരു എന്താ പറയുന്നത്, ഒരു അരിച്ചന്തനാണെന്ന് ഞാൻ പറയുന്നില്ല. മാനുഷികമായ തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഈ ജസ്റ്റിസ് ഈക്വൽ അല്ല. ഇപ്പം ഇതിനെക്കാട്ടി വലിയ തെറ്റുകൾ ചെയ്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഈ പോലീസിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, എത്രയോ തെറ്റുകൾ. ഇപ്പം ഞാൻ ഒരു പറഞ്ഞതുപോലെ ഇപ്പം പത്തനംതിട്ടയിൽ ഒരു പോക്സോ കേസിൽ ഒരു വിക്ടിമ് എനിക്ക് തോന്നുന്നു 1 മാസത്തോളമാണ് ആ പെൺകുട്ടി രക്ഷാകർത്താക്കളുമായിട്ട് പല ഓഫീസുകൾ കയറി ഇറങ്ങി. SP ഓഫീസിൽ കയറി ഇറങ്ങുന്നു, CWC കയറി ഇറങ്ങുന്നു, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു, DVSP ഓഫീസിൽ കയറി ഇറങ്ങുന്നു. അപ്പോൾ CWC ചെന്നപ്പോഴത്തേക്ക് ഈ പ്രതി അവിടെ വന്നു, എന്തിനു സെറ്റിൽ ചെയ്യാൻ. അവിടെ വെച്ചിട്ട് പിന്നെ വിക്ടിമുമായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്യുന്നതിനായിട്ട് CWCയിലേക്ക് ആര് ചെല്ലുന്നു, ഈ പ്രതി അവിടെ ചെല്ലുവാണ്. അപ്പോൾ പ്രതിയായ അഭിഭാഷകനെ രക്ഷിക്കുന്നതിനായിട്ട് ആദ്യത്തെ DVSP SP എല്ലാവരും കൂടെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് DIGന്റെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ കാര്യം നോക്കണ്ട, ഒരു പോക്സോ കേസിലെ അതിജീവിതയുടെ അവസ്ഥ ഇത്. ഇപ്പം തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയെ എന്താണ് മാല മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് അതൊരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ എന്താണ്, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ബോധേടല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പോലീസ് മോശമാണെന്നൊന്നുമല്ല, പക്ഷേ പോലീസിനെ മോശമാക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലീസിലെ കുറച്ച് ആൾക്കാർ മാത്രം. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞതുപോലെ ചില ഈ പൊളിറ്റിക്കൽ ഇതിന് വേണ്ടിയിട്ട് അല്ല അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ. പിന്നെ ഒന്നാമത്തെ കാര്യം, പോലീസിന് സമയമില്ല, പഠിക്കാൻ സമയമില്ല. കാരണം നമ്മൾ എന്തെപ്പോഴും പഠിക്കണമല്ലോ, നിയമങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പം അതിനൊന്നും പറയാം. ഇപ്പോൾ മേലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പിടി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. ഇപ്പോൾ വളാഞ്ചേരിയിൽ നമ്മൾ കണ്ടില്ലേ 10 മില്ലി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, 55 ഐക്കാണ് കേസെടുത്തേക്കുന്നത്. അപ്പോൾ ആക്ച്വലി അവർ ലീഗലി അത് ചെയ്തത് ശരിയാണ്, കാരണം സെയിലാണ്.
കച്ചവടം നടത്തി. അപ്പോൾ കച്ചവടം നടത്താനായിട്ട് അവർ ഈ സീസ് ചെയ്തതാണ് രസം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ കോഴിക്ക് വസന്ത വരുമ്പോഴേ നമ്മൾ ഇതിനൊക്കെ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മദ്യം കൊടുക്കാറുണ്ട് ഇത് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മളവിടെ ഒരു പോലീസിൻ്റെ ഒരു ലോജിക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു മൊറയിൽ ഉപയോഗിച്ചിട്ട് അതിനെ ആ സാഹചര്യത്തെ എന്ത് ചെയ്യാനായിട്ട് ആ സാഹചര്യത്തോട് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ഇതാണ് ഈ മേലുദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം. കാരണം ഈ കേസുകൾ കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ കൂട്ടുമ്പോൾ ഇത്തരത്തിലുള്ള സാധാരണക്കാർ എന്ത് ചെയ്യുന്നു, ഒരാഴ്ചയാണ് അയാൾ ജയിലിൽ കിടന്നത് 10 മില്ലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോലീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സിസ്റ്റം അല്ലേ? സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് എന്ത് കേസിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു ചെറിയൊരു ഇപ്പോൾ MDMA എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ചെറിയ പാക്കറ്റാണ്. നമ്മൾ ബാഗ് കൊണ്ടുവച്ചാൽ പോരെ, ബാഗ് കൊണ്ടുവയ്ക്കുന്നു, അതിനുശേഷം അവരൊരു സിസ്റ്റം ഒരു നാടകം ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.